ഇപ്പൊ എന്തുകൊണ്ട് ട്രംപുമായിട്ട് കൊറിയയ്ക്ക് സംസാരിക്കുക? കൊറിയ എന്ത് നമ്മളെക്കാളും മോശമായ രാജ്യമാണ്. ജപ്പാൻ നമ്മളെക്കാളും മോശമായ രാജ്യമാണ്. ചൈന നമ്മളെക്കാളും മോശമായ രാജ്യമാണ്. അവർക്കൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ റിസൾട്ട് കൊണ്ടുവന്ന് ഈ പ്രശ്നവും ഇല്ല. ഇന്ത്യയുടെ ആ ടാരിഫിന്റെ കാര്യം നവംബറിൽ ഉണ്ടാവും എന്ന് പറയുന്നു. ഇന്നും അതിനെപ്പറ്റി യാതൊന്നും അനക്കമില്ല. ഇപ്പൊ പറയുന്നു ഡിസംബറിൽ ഉണ്ടാകും. അതിനെപ്പറ്റിയും പറയുന്നു 15-16% സെറ്റിലാവും എന്ന് പറയുന്നു. ഇപ്പോഴും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നു. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മുഴുവൻ പറയും. ഞാനിത് പറയുമ്പോൾ ഈ പറയുന്ന ഈ എക്സ്പോർട്ട് ചെയ്യുന്ന പല ബിസിനസ്സുകാർ ഇത് തന്നെ പറയുന്നത്. ഇവരൊക്കെ മോദിയെ കണ്ട് സ്ഥിരമായിട്ട് അത് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ ബിസിനസിന്റെ മേജറായിട്ടുള്ള ബേസിക് ആളുകളാണ് ഇവരൊക്കെ തന്നെ. ഇതുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ബീഹാർ ഇലക്ഷന് ശേഷം മോദിയുടെ ഇമേജ് ബിൽഡിങ്, അതായത് ഗവൺമെന്റിന്റെ ഇമേജ് മാറ്റാൻ വേണ്ടി തീരുമാനമായെന്നാണ് ഈ കോറിഡോർ പവേഴ്സ് ഇൻ കോറിഡോർ അതിന് കേട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് ഫിനാൻസ് മിനിസ്റ്ററെ മാറ്റുമെന്നാണ് പറയുന്നത് നിർമ്മലാ സീതാരാമൻ. അതേപോലെ തന്നെ ജയശങ്കറെ മാറ്റുമെന്നാണ് പറയുന്നത്. ഈ മോദി ഉദ്ദേശിച്ച രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഡെലിവറി വന്നിട്ടില്ല പലയിടത്തും. നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കയിലുള്ള ഗുജറാത്തികൾ ഭയങ്കരമായിട്ട് പ്രശ്നമായി കിടക്കുക. അവർ ഒന്നടങ്കം മോദിയെ തള്ളി പറയുകയാണ്. ഗുജറാത്തി കമ്മ്യൂണിറ്റി മോദിയെ തള്ളി പറയുകയാണ്. കാരണം അവരുടെ ബിസിനസ്സിനെയും ബാധിക്കുക. ഇതാണ് ഞാൻ ഈ പറയുന്നത്. ബന്ധമില്ല. ത്രട്ടും പ്രശ്നവും ഇവിടുത്തെ സോഷ്യൽ മീഡിയയും RSSന്റെ മീഡിയയും സംഘ് പരിവാറിന്റെ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ അയാളെ പിടിച്ചു. സത്യം പറഞ്ഞാൽ മോദി വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രശ്നമുണ്ടായി. പക്ഷെ ഓവർകം ചെയ്തു വരണം. സെറ്റ് ബാക്ക് ഉണ്ടായി, സമ്മതിച്ചു. അതിനകത്ത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഗുജറാത്തി ബേസ്ഡ് ഒരു ഒപ്പീനിയൻ മേക്കർ ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറയുക, നമ്മൾ എന്തിനാ ഈ പാകിസ്ഥാന്റെ പുറകെ പോകുന്നേ? എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ബിറ്റ്വീൻ പാകിസ്ഥാനും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്തുവാ? അത് കളയുക. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഡിഫൻസ് നോക്കാൻ അറിയാം ശരിക്കും.